ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ നടത്തിവരുന്ന ചെറുവത്തൂർ ഫെസ്റ്റിന്റെ 7ാം സീസണിൽ വേറിട്ട ഇനങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആനിമൽസ് ഫുഡ് കോർട്ട്, പുഷ്പ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി, സെൽഫി സ്പോട്ടുകൾ, വിപണന സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും ഏറെ ആകർഷകമാണ്. എല്ലാ ദിവസവും വിവിധ സാംസ്കാരിക പരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രശേഖരൻ MLA ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് പ്രചോദനമായിട്ടുണ്ടാകുമെന്ന് അതൊക്കെ സംബന്ധമായി ഇതിന്റെ കമ്മിറ്റികൾ വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും സാമ്പത്തികമായ ഒരു നഷ്ടം സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയും. എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സഹകരണം ഇതിലുണ്ടാവും. പഞ്ചായത്തിന്റെ ഭരണാധികാരികളും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം ഇതിനോട് പരിപൂർണമായി സഹകരിക്കും. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉൾപ്പെടെ, യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ, മഹിളാ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെ ഇടപെടലും സഹായവും ഇതിലുണ്ടാകുമെന്നുള്ള സംശയം. റോബോട്ടിക് ആനിമൽ ഷോ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫും, ബേർഡ്സ് പാരഡൈസ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും, വിപണന സ്റ്റാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീളയും, പുഷ്പമേള രക്ഷാധികാരി PP മുസ്തഫയും, അമ്യൂസ്മെന്റും ഫുഡ് കോർട്ടും ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് CH അബ്ദുൾ റഹീമും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷ CV പ്രമീള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. പത്മിനി, രാജേന്ദ്രൻ പയ്യാടകത്ത്, C. രഞ്ജിത്ത്, KV സതീശൻ, C. ചന്ദ്രൻ, V. കൃഷ്ണൻ മാസ്റ്റർ, T. ശശിധരൻ, AV ദാമോദരൻ, K. ബാലകൃഷ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ, TV റിയാസ്, AK ചന്ദ്രൻ, PT കരുണാകരൻ, M. ലീലാവതി, AK അൻസാർ, C. പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ ഘോഷയാത്രയും നടന്നു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.